മാഡ്രിഡ് vs ലിവർപൂൾ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിവർപൂളിന്റെ ഒരുപാട് നെഗറ്റീവ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആലിസൺ ഇഞ്ചുർഡ് ആണ്, കളികളത്തിലില്ല. സോ അത് ഫസ്റ്റ് നെഗറ്റീവ് ആണ്. രണ്ടാമത്തെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള 10 മത്സരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 6 മത്സരം ലിവർപൂൾ ഫെയിൽ ആണ് അല്ലെ. അതൊരു രണ്ടാമത്തെ നെഗറ്റീവ് ആണ്. മൂന്നാമത്തെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ UEFA ചാമ്പ്യൻസ് ലീഗ് എടുത്തു നോക്കിക്കോട്ടെ, അതുപോലെ തന്നെ ലിവർപൂൾ കളിക്കുന്ന പ്രീമിയർ ലീഗ് എടുത്തു നോക്കിക്കോട്ടെ, ഒരുപാട് ഗോളുകൾ ലിവർപൂൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. സോ ഡിഫൻസ് ലിവർപൂളിന്റെ വീക്ക് ആണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിലും അത്ര മികച്ച പെർഫോമൻസ് ഇല്ല. സ്ട്രൈക്കറിലേക്ക് നോക്കുകയാണെങ്കിലും ലിവർപൂളിന്റെ നിലവിലെ സ്ട്രൈക്കറും കമ്പയർ ടു റിയൽ മാഡ്രിഡിന്റെ സ്ട്രൈക്കറും നോക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പ ഇറ്റ്സ് പീക്ക് ലെവൽ ഓഫ് ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കമ്പയർ ടു റിയൽ മാഡ്രിഡ് ഒരുപാട് നെഗറ്റീവ്സ് ആർക്കുണ്ട്? ലിവർപൂളിനുണ്ട്. ഇനി സെയിം ടൈം റിയൽ മാഡ്രിഡിന്റെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന്, റിയൽ മാഡ്രിഡിന്റെ കിടിലൻ ഗോൾ കീപ്പർ കോർട്ടോയ്സ് അവിടെ ഇപ്പോഴും പിച്ചിലുണ്ട്. രണ്ടാമത് സാബി അലോൺസോ ഡിഫൻസിൽ വരുത്തി